നമസ്കാരം. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോട്ടയത്തും ബുധനും വെള്ളിയും എറണാകുളത്തുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് ഹെൽത്തിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് ഹെൽത്ത് വേണം, എനിക്ക് ഹെൽത്ത് ആവശ്യമുണ്ട്. ഇന്ന് ദുഃഖകരമായിട്ട് പറയട്ടെ, മലയാളിക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയുവാൻ 10% പോലും ആൾക്കാരില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യഥാർത്ഥ ഒരു ഡോക്ടറുടെ കഴിവെന്ന് പറയുന്നത് ഏത് രോഗിയാണെങ്കിലും, പഴകിയ രോഗങ്ങൾ പ്രത്യേകിച്ച്, സ്ഥായിയായ രോഗങ്ങളായ ഒരു ആസ്മ, അലർജി റിലേറ്റഡ് രോഗങ്ങൾ, ആർത്രൈറ്റിസ്, ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് രോഗം വിമുക്തി കൊടുത്ത് അവിടെ നിന്ന് അവരെ ഹെൽത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് അതിൻ്റെ ഒരല്പം ആഴത്തിലേക്ക് എന്താണ് ഹെൽത്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. ഞാൻ വളരെ കാര്യമായിട്ട് വർഷങ്ങളായിട്ട് ചിന്തിക്കുന്നൊരു വിഷയമാണിത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 4 ലെവൽസിലാണ് ഹെൽത്തിനെയും ഡിസീസിനെയും കാണേണ്ടത്. 4 ലെവൽസ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ലെവൽ, 2 ഇമോഷണൽ, വൈകാരിക തലങ്ങൾ, ആദ്യത്തെ ഫിസിക്കൽ അല്ലെങ്കിൽ ശാരീരിക ലെവല്, മൂന്നാമത്തത് മാനസിക മെൻ്റൽ ലെവൽ, 4th ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ. ഈ 4 ലെവൽസിലും നമുക്ക് ഹെൽത്തി ആകാം, 4 ലെവൽസിലും നമുക്ക് രോഗിയുമാകാം. അതിനെപ്പറ്റി അല്പം കൂടെ വിശദമായിട്ട് ചിന്തിച്ചാൽ, എല്ലാവരും രോഗമെന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ വേദന, ഇവിടെ വേദന, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, ഇതെല്ലാം ഫിസിക്കൽ ലെവലിലുള്ള ഡിസീസുകളാണ്. ഫിസിക്കൽ കൂടുതൽ രോഗങ്ങളും അതിനകത്ത് തന്നെ വരുന്നത്. ഇപ്പോൾ തലവേദന മാറാതെ നിൽക്കുന്നു, തുമ്മൽ, ജലദോഷം, കഫക്കെട്ട്, ഇതെല്ലാം ഫിസിക്കൽ രോഗങ്ങളാണ്. പ്രത്യേകിച്ച് അലോപ്പതിക് വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ രോഗിയെ സൈക്കാട്രിസ്റ്റ് അല്ലാത്ത ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കൂടുതലും ഫിസിക്കൽ സിംറ്റംസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് തലവേദനയുണ്ടോ, തുമ്മലുണ്ടോ, ജലദോഷമുണ്ടോ, നടുവേദനയുണ്ടോ, മസിൽ പെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ തലകറക്കമുണ്ടോ, ഇതെല്ലാം ഫിസിക്കൽ സിംറ്റംസാണ്. നിങ്ങൾക്ക് രാവിലെ ഉണരുമ്പോൾ എത്ര ഉന്മേഷമുണ്ട് എന്ന് ആരും, സാധാരണ ഡോക്ടർമാർ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ എൻ്റെ കേസ് ഷീറ്റിൽ അങ്ങനത്തെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എനർജി ലെവൽ, ആ ഉന്മേഷം, അതും ഒരു ഫിസിക്കൽ പാരാമീറ്ററാണ്. അപ്പോൾ ശാരീരികമായിട്ട് വേദന ഏറ്റവും വലിയൊരു സിംറ്റമാണ്. ആ വേദന ഒരു രോഗത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പനി, അതൊരു വലിയ ഫിസിക്കൽ സിംറ്റമാണ്. അടുത്ത തലത്തിലുള്ള സിംറ്റംസാണ് വൈകാരിക തലങ്ങൾ അഥവാ ഇമോഷണൽ സിംറ്റം. ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിൽ ഇതിന് വളരെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൂടെ പഠിച്ച ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ ഞാൻ എൻ്റെ രോഗികളെ അനലൈസ് ചെയ്യുമ്പോൾ ഇതിന് വലിയ പ്രസക്തിയാണ് കൊടുക്കുന്നത്. അതൊന്നും നമ്മൾ മാനസിക സിംറ്റമായിട്ടാണ് പലരും അതിനെ എടുക്കുന്നത്. അങ്ങനെയല്ല, അത് ഇമോഷണൽ സിംറ്റംസാണ്. അത് നമ്മുടെ ഉത്കണ്ഠ, സങ്കടം, ദുഃഖം, അല്ലെങ്കിൽ നിരാശാബോധം അഥവാ ഡിപ്രഷൻ, പേടി, സ്നേഹം, ഇതെല്ലാം, സ്നേഹത്തിൻ്റെ കുറവ്, കൂടുതൽ, ഇതെല്ലാം ഈ തലങ്ങളിലാണ് വരുന്നത്. അപ്പോൾ വൈകാരിക തലങ്ങളിൽ പലരും രോഗിയായിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ആസ്മ ചികിത്സയിൽ വരുമ്പോൾ അവർക്ക് പൊതുവിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാരണം, അവരെല്ലാം ഇമോഷണലി വീക്കായിട്ടുള്ള പേഴ്സണാലിറ്റികളാണ്. അതൊരു ജനറലായിട്ട് ഞാൻ കണ്ടൊരു ഒബ്സർവേഷനാണ്. അവരെല്ലാം പറയും എനിക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ വിഷമം തോന്നും, എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, എനിക്ക് പെട്ടെന്ന് നിരാശാഭാവത്തിലേക്ക് പോകും. ഒരു 90% പ്രത്യേകിച്ച് സ്ത്രീകളിൽ, ആസ്മയുള്ളവരിൽ ഈ അവസ്ഥ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്ത് ആ ഇമോഷണൽ തലങ്ങളും കൂടെ ഉത്തേജിപ്പിക്കാനുള്ള ചില ട്രീറ്റ്മെൻറ്റുകൾ ഹോമിയോപ്പതി സിസ്റ്റത്തിലുണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ ഇവരെല്ലാം വളരെ നല്ലൊരു ബാലൻസിലേക്ക് എത്തുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. ഇതാണ് ഇമോഷൻ. അപ്പോൾ ഇതിനെയും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള EQ എന്ന് പറയും. EQ പോസിറ്റീവ് ആക്കി എടുക്കുക, EQ മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളതും ചികിത്സയുടെ ഒരു ഭാഗമാണ്. അടുത്തതാണ് മാനസിക തലങ്ങൾ. മാനസിക തലങ്ങളിൽ വരുന്നത് ഇൻ്റലിജൻസ് അഥവാ ബുദ്ധി, കോൺസെൻട്രേഷൻ, ശ്രദ്ധ, അല്ലെങ്കിൽ ഓർമ്മ, ഇതെല്ലാം മാനസിക തലങ്ങളിലാണ് വരുന്നത്. ചിലർ പറയും എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇമോഷണലിൻ്റെയും കുറേ കൂടെ അടിയിലുള്ള സിംറ്റമാണ് അതെല്ലാം. അതിനെപ്പറ്റിയും വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതും വീക്കാണെങ്കിൽ ചില കുട്ടികളെയും കൊണ്ട് വരാറുണ്ട്, അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അവർക്ക് ഒട്ടും ഓർമ്മയിൽ. ഇതിനെല്ലാം ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ നല്ല മരുന്നുകളുണ്ട്. അതുകൊണ്ട് അടുത്ത തലങ്ങളാണ് സ്പിരിച്വൽ തലം.
ഏത് വ്യക്തിക്കും ഉണ്ടതും. നമ്മൾ ഒരു അഡൽട്ട് ആകുമ്പോഴാണ് ബാല്യത്തിലോ അല്ലെങ്കിൽ കൗമാരത്തിലോ ഒന്നും നമുക്ക് അതിനെപ്പറ്റി ഒരു ഉറച്ച ഒരു വിശ്വാസം വരാറില്ല. ഞാൻ സ്പിരിച്വലായിട്ട് നിൻ്റെ ചിന്ത എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഒരു അഡൽട്ട് ആകുമ്പോൾ മാത്രമേ നമുക്കത് സ്ഥായിയായിട്ട് മനസ്സിലാകുകയുള്ളൂ. അതിനു മുമ്പ് നമ്മൾ കുട്ടികളെ ഓരോ മതങ്ങളുടെ ചിട്ടകളും കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരുതരം ബലം പ്രയോഗിച്ചിട്ടുള്ളൊരു പ്രയോഗമാണ് അവരെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇത് ഫോഴ്സ്ഡായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അവരുടെ ബുദ്ധിക്കും അവരുടെ ചിന്തയ്ക്കും അവരുടെ അനുഭവപരിചയത്തിനും അവരുടെ ലോകപരിചയത്തിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു അവസ്ഥയാണ് അവരുടെ സ്പിരിച്വൽ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. വളരെ കാതലായ ഒരു വിഷയമാണ്. സ്പിരിച്വലായിട്ടും നമ്മൾ ഏതാണ് നമ്മുടെ വിശ്വാസം അതിനകത്ത്, അപ്പോൾ അതിലും നമുക്ക് ഹെൽത്തി ആകാം, നമുക്ക് രോഗാവസ്ഥയിലുമാകാം. ആ രോഗാവസ്ഥയ്ക്കാണ് നമ്മളൊരു ഫനറ്റിക് എന്ന് പറയുന്നത്. എൻ്റെ മതം മാത്രമേ കറക്റ്റുള്ളൂ, എൻ്റെ വിശ്വാസം മാത്രമേ കറക്റ്റുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്, തെറ്റായിട്ടുള്ളവരെല്ലാം നമ്മൾ മോശം ആൾക്കാരായിട്ട് കാണുക. അപ്പം നമ്മളുടെ അറിവിൻ്റെ കുറവാണ്, പരിമിതിയാണ്. വളരെയധികം എല്ലാ മതങ്ങളെപ്പറ്റിയും എല്ലാ വിശ്വാസങ്ങളെ പറ്റി പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊരു ഫനറ്റിക്കായിട്ട് ജീവിക്കേണ്ടി വരും. അതൊരു നമ്മൾക്കും സമൂഹത്തിനും അത് ദൂഷ്യം ചെയ്യും. അതൊരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സ്റ്റേജ് എന്ന് പറയുന്നത്, ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുക. നമ്മളുടെ വിശ്വാസം നമ്മുടെ ഉള്ളിലിരുന്നാൽ മതി, അതിനെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നമ്മുടെ സ്പിരിച്വൽ എലിവേഷന് വേണ്ടി നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മളവിടെ സ്പിരിച്വലി ഹെൽത്തിയാണ്. അപ്പോൾ ഈ 4 തലങ്ങളിലും നമുക്ക് ഹെൽത്തിയാകാം, നമുക്ക് രോഗിയുമാകാം. അപ്പോൾ നമ്മളൊരു രോഗത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും ഒരു വ്യക്തിയെ പഠിക്കണമെങ്കിൽ ഞാൻ പറയും ഒരു 1-2 മണിക്കൂറെങ്കിലും ചിലവാക്കിയെങ്കിൽ, വളരെ ഡീപ്പായിട്ടുള്ള കേസിൽ ഞാൻ അത്രയും സമയം സ്പെഷ്യൽ ടൈം കൊടുത്ത് ഞാൻ ഈ വ്യക്തിയെ അനലൈസ് ചെയ്യാറുണ്ട്. അതിൽ ഈ 4 തലങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് പറ്റിയ കറക്റ്റ് മെഡിസിൻ നമുക്ക് കിട്ടും. അതിൽ നിന്ന് അവർക്കുള്ള ചികിത്സ നിശ്ചയിക്കാനും അവരെ നോർമലിലേക്ക് നയിക്കുവാനും നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ബുദ്ധിയുള്ളവർ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക, ഞാൻ ഏത് തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇമോഷണലാണ്. ഇതെല്ലാം ഒരു നല്ല ഡോക്ടറുടെ അടുത്ത് ഈ വിഷയങ്ങളെപ്പറ്റി ഗ്രാഹ്യമുള്ള ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചികിത്സയ്ക്ക് ഇതെല്ലാം പ്രയോജനപ്പെടും. ഒരു വ്യക്തിയെ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും മൈൻഡ് സംബന്ധമായിട്ടും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടും ഹെൽത്തിയാക്കി കൊടുക്കുന്നത് ഒരു പൂർണ്ണ ബിഷഗ്വരൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ഇന്ന് 1% പോലും ഡോക്ടർമാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യം ഞാനിവിടെ പ്രതിപാദിക്കുകയാണ്. അതിലേക്ക് ഈ ചികിത്സാ ശാസ്ത്രം അല്ലെങ്കിൽ എല്ലാ തലങ്ങളിലും അലോപ്പതി എടുത്താലും ആയുർവേദം എടുത്താലും ഹോമിയോപ്പതി എടുത്താലും സിദ്ധി, എല്ലാ മെഡിക്കൽ ശാസ്ത്രങ്ങളും ഇതെല്ലാ തലങ്ങളിലും ഹെൽത്തിയാക്കാനുള്ളൊരു സംവിധാനം മനുഷ്യരിലേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം പോലും ഉയരുകയുള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്. വ്യക്തി നന്നായെങ്കിൽ മാത്രമേ സമൂഹവും ഉയരുകയുള്ളൂ. ഇന്ന് നമ്മളുടെ ചുറ്റുപാടുള്ള കേരളത്തിൽ നടക്കുന്ന എന്താണെന്ന് ഞാൻ കൂടുതൽ വിവരിക്കാതെ എല്ലാവർക്കും അറിയാം. ചെറിയ പെറ്റി കാര്യങ്ങളിൽ ഇമോഷണലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നമ്മൾ കാണിച്ചു വരും. നമ്മളെല്ലാം വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പരാജയം നമ്മുടെ എല്ലാ മേഖലകളിലും കാണാം. എല്ലാവരും അസ്വസ്ഥരാണ്, ആർക്കും പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നില്ല. ഒരു പത്രം പണ്ടേ നമ്മൾ രാവിലെ എടുത്ത് വായിച്ചാൽ നമുക്കൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഫർമേഷനല്ല അതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഒരു TV ചാനൽ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു പീസ്ഫുള്ളായിട്ട് നമുക്ക് അന്നത്തെ ദിവസം തള്ളി നീക്കാനുള്ളൊരു ഇൻഫർമേഷനല്ല നമുക്ക് അവിടെ കിട്ടുന്നത്. കാരണം ഈ ഇൻപുട്ടുകളെല്ലാം പ്രത്യേകിച്ച് വികാര തലങ്ങളിലും ഇമോഷണൽ ലെവൽസിലും സ്പിരിച്വൽ തലങ്ങളിലെല്ലാം നമ്മളെ കൂടുതൽ രോഗിയാക്കും. അവിടെയെല്ലാം നമുക്ക് അൺഹെൽത്തി ആയിട്ട് ജീവിക്കേണ്ടി വരും. ഇതിൻ്റെ എല്ലാം പ്രതിഫലനം നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അതെല്ലാം വലിയ പ്രശ്നങ്ങളിലേക്ക് വഴി തുറന്നുവിടും. അപ്പോൾ എല്ലാ തലങ്ങളിലും നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കാനുള്ള സംവിധാനം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, അതിനുള്ള സഹായം ഇതിനെപ്പറ്റി അറിവുള്ള ഡോക്ടർമാരെ സമീപിക്കുക, അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചാനൽസിനെ പറ്റി നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. നന്ദി, നമസ്കാരം.